സ്റ്റൗ ടോപ്പ് സ്റ്റോറീസിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് വളരെ രുചികരമായിട്ടുള്ള മത്തങ്ങ പരിപ്പ് കറി തയ്യാറാക്കാം. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഇതിനുവേണ്ടി ഒരു 1/4 കപ്പ് പരിപ്പ് കഴുകി വൃത്തിയാക്കി കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു കഷ്ണം മത്തങ്ങ ക്യൂബ്സായി അരിഞ്ഞതും, ഒരു 4 ചെറിയുള്ളി ചെറുതായി അരിഞ്ഞതും, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ ഉപ്പും ആവശ്യത്തിന് വെള്ളവും ചേർത്ത് 2 വിസിൽ വരുന്നവരെ ഒന്ന് വേവിച്ചെടുക്കുക. ഇനി അരപ്പ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് 1/2 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. 2 വെളുത്തുള്ളി, 2 ചുവന്നുള്ളിയും 1/2 ടീസ്പൂൺ ജീരകവും ആവശ്യത്തിന് വെള്ളവും ചേർത്ത് നന്നായിട്ട് പേസ്റ്റായിട്ടൊന്ന് അരച്ചെടുക്കുക. അപ്പോഴേക്ക് നമ്മുടെ മത്തങ്ങയും പരിപ്പും ഒക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇതൊരു ചട്ടിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുക. മുളക് പൊടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അതിനുശേഷം ഇതിനകത്തേക്ക് നമ്മൾ അരച്ചു വെച്ച തേങ്ങ ചേർത്ത് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെള്ളവും ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പം നമ്മുടെ മത്തങ്ങയൊക്കെ വെന്ത് വന്നതാണ്. ഇനി അതുകൊണ്ട് കറി നന്നായിട്ട് തിളച്ച് വരേണ്ട ആവശ്യമൊന്നുമില്ല. ഒന്ന് ചൂടാക്കി എടുത്താൽ മതി. ഇനി ഉപ്പ് നോക്കിയിട്ട് ആവശ്യത്തിന് കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. നമ്മൾ മത്തങ്ങയും പരിപ്പും വേവിക്കുന്ന സമയത്ത് ഉപ്പ് ചേർത്ത് കൊടുത്തതാണ്. അപ്പോൾ എല്ലാം കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. തേങ്ങ അരച്ച് ചേർത്താൽ കറി നന്നായിട്ട് തിളയ്ക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 2 മിനിറ്റ് നേരം ഒന്ന് കുക്ക് ചെയ്തെടുത്താൽ മതി. ഇപ്പം നമ്മുടെ കറിയൊക്കെ ഒന്ന് റെഡിയായി വന്നിട്ടുണ്ട്. നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇതിലേക്ക് വേണ്ട താളിപ്പ് തയ്യാറാക്കിയെടുക്കുക. അതിന് വേണ്ടി ഒരു പാത്രം എടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ ഒന്ന് നന്നായിട്ട് ചൂടായി വരുമ്പോൾ 1/4 ടീസ്പൂൺ കടുക് പൊട്ടിച്ചെടുക്കുക. പിന്നെ ഒരു 2 വറ്റൽമുളക് ചെറുതായി അരിഞ്ഞതും ചേർത്ത് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. ഇനി ഇതിനകത്തേക്ക് ഒരു 4-5 ചുവന്നുള്ളി ചെറുതായി അരിഞ്ഞതും കൂടെ ചേർത്ത് വഴറ്റിയെടുക്കുക. ചെറിയുള്ളി ഒരു ബ്രൗൺ കളർ ആകുന്നത് വരെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കണം. ഇപ്പോൾ നമ്മുടെ താളിപ്പ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള മത്തങ്ങ പരിപ്പ് കറി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാവരും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ ഇതുപോലത്തെ പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.